എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ സാമ്പാറും ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഉലുവയും അതുപോലെ തന്നെ കടുക് ഇതൊക്കെ വറുത്തിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഏകദേശം സാമ്പാർ ഓക്കെയായി. അതുപോലെ തന്നെ ഇഡ്ഡലി ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. ഇതൊക്കെ റെഡിയായി വന്നു. ഇനി ഭക്ഷണം കഴിക്കാൻ കൊടുക്കാം. അപ്പോൾ രാജുവേട്ടൻ ഭക്ഷണത്തിന് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ സാമ്പാറും ഇഡ്ഡലിയും ഞാനത് വിളമ്പി കൊടുക്കുകയാണ്. ഇഡ്ഡലി എന്തുണ്ട്, ടേസ്റ്റ് ഉണ്ടാ? പുളിയുണ്ടാ? ഓ എന്നപ്പോഴേ തയ്ച്ച് നിന്നുണ്ട്, 2-3 നിന്നാൽ മതി. ബാക്കി ആട്ടോളാം. തീരെ ടേസ്റ്റ് ഇല്ല? പുളിയാ? സാമ്പാറോ? ഓ അങ്ങനെ വെള്ളയിപ്പിനാ? ഞാൻ നല്ലോണം പരിപ്പെല്ലാം ഇട്ട് വന്നല്ലോ. അപ്പോൾ സാമ്പാർ രസമില്ല അല്ലേ? നിങ്ങളെ പറഞ്ഞ സാമ്പാർ രസമില്ല പറഞ്ഞേ. ടേസ്റ്റിലല്ല, അതുകൊണ്ട് കുറച്ച് കൂട്ടിയാൽ മതി. ടേസ്റ്റ് ഇല്ലാത്തില്ല, കുറച്ച് കൂട്ടിയാൽ മതി. ഇഡ്ഡലി വേണോ? രസമില്ലല്ല, പുളിപ്പല്ലേ അല്ലേ? തിരെ വേണ്ടല്ല. എന്നാ 3 ഇട്ടാ പോരെ? 3 ഇട്ടപ്പ രസമില്ലാത്തിയല്ലേ? തിന്നു കണ്ടില്ല. ഇപ്പോൾ ഇതാണ് അവസ്ഥ. നമ്മൾ എത്ര രുചിയിലാക്കി കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ വാക്കുകളായിരിക്കും ഇവരിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവുക. എന്ത് ചെയ്യാനാണ്? ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു അനുഭവം തന്നെയായിരിക്കും. പ്ലേറ്റ് കാലിയായാലും രുചിയുണ്ടെന്ന് പറയുന്ന വാക്ക് അവരിൽ നിന്ന് നമുക്കുണ്ടാവില്ല. എങ്കിലും നീ കഴിച്ചോന്നോ അല്ലെങ്കിൽ നീ കഴിക്കാനായില്ലെന്നോ ഒരു വാക്ക് അതുപോലും നമുക്ക് ഇല്ല. അങ്ങനെ ഒരു വാക്കെല്ലാം കേൾക്കുമ്പോഴല്ലേ നമുക്ക് സന്തോഷം ഉണ്ടാവുക. നിങ്ങൾ കഴിച്ചോ, നിങ്ങൾ കഴിക്കുകയാണോ വേണ്ടത്. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം മറ്റുള്ളവർ കഴിക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക. അത്രമാത്രമേ ഉള്ളൂ.